ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. എവിടെ വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ബേക്കൽ ഫോർട്ടിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കിച്ചൻ തന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവർ എത്തി, ഞങ്ങൾ നേരെ പുറപ്പെട്ടു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ് ഇറങ്ങിയത്. രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിയായിരുന്നു. ഞാൻ ഹെയർ ഒന്നും കെട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഫസ്റ്റ് തന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി. അതിന് ശേഷം ഞങ്ങൾ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ബേക്കൽ കോട്ട കേരളത്തിലൊരു വലിയ കോട്ടയും പിന്നെ ഏഷ്യ വൻകരയിലൊരു പ്രധാന കോട്ടയാണ്. ഇത് നിർമ്മിച്ച ആളുടെ പേര് ശിവപ്പ നായിക് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഈ അടുത്ത് നടന്ന പുരാവസ്തു ഗവേഷണത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു എന്നതാണ്. 1760 കോട്ട ഹൈദരലി കൈയടക്കി. പിന്നെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണ കേന്ദ്രമായിരുന്നു. പിന്നീട് ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം 1791 കോട്ട ഉൾപ്പെടെ പ്രദേശം മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് വെച്ചിട്ടാണ്. ഈ കോട്ട മുഴുവനും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ സ്ഥലം നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തായി ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഈ കോട്ടയുടെ ഉള്ളിലായിട്ട് ഒരു അമ്പലമുണ്ട്. പിന്നെ പുറത്തായിട്ട് ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു മുസ്ലിം പള്ളിയുണ്ട്. ബേക്കൽ കോട്ട ബീച്ച് കാണാൻ നല്ല അടിപൊളിയാണ്. അവിടെ കുറേ ബോർഡ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കടലിൽ ഇറങ്ങാൻ പാടില്ല, പിന്നെ പാറപ്പുറത്ത് കയറി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ചെങ്കല്ല് വെച്ച് നിർമ്മിച്ച അവിടെ സൈഡിലൊക്കെ ആയിട്ട് ബീരങ്കി ദ്വാരങ്ങൾ കാണാം. എനിക്ക് ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അവിടേക്ക്. ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലമാണ് ഗൈസ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ബേക്കൽ ഫോർട്ടിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്. അവിടെ ഒരു മാവുണ്ടായിരുന്നു. അവിടുത്തെ മാങ്ങ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. പുളിയൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകുന്നത് ഒരു ആശ്രമത്തിലേക്കാണ്. കാഞ്ഞങ്ങാടുള്ള നിത്യാനന്ദ ആശ്രമത്തിലേക്കാണ് പോയത്. അവിടെ ഒരു കേവ്സ് ഉണ്ട്. ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ 43 ഗുഹകളുണ്ട്. ആ 43 ഗുഹകളുടെ മുകളിലാണ് ഈ ഒരു നിത്യാനന്ദ ക്ഷേത്രം നിർമ്മിച്ചത്. നല്ല സ്ഥലമാണ് ഗൈസ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി ഫ്രഷായി ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 7up കുടിച്ചു. അതിന് ശേഷം അമ്മ ചേച്ചിക്ക് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞിയും കുടിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും വരും. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.